ജെറാഡ് എന്ന് പറഞ്ഞിട്ടൊരു വിശുദ്ധനാണ് ജെറാഡ്. ഈ ജെറാഡ് വിശുദ്ധൻ്റെ പ്രത്യേകത കുഞ്ഞുനാൾ മുതലേ ഉണ്ണീശോയോട് ഭയങ്കര സ്നേഹമാണ്. ആരോടാ? ഉണ്ണീശോയോട് പ്രത്യേക സ്നേഹം. ഉണ്ണീശോയോടൊക്കെ വരും, ജെറാഡിനോടൊക്കെ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കണേ, ഈ പയ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ണീശോ വരുന്നു, ഇത് ഭയങ്കര അത്ഭുതത്തോടെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വർഷം കുറച്ചൊക്കെ വലുതായി സെമിനാറിലൊക്കെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കുറേ പേരൊന്നും എടുത്തില്ല, ജെറാഡിന് കുറേ അസുഖമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എടുത്തില്ല. അവസാനം ഒരു സ്ഥലത്ത് എടുത്തു. അങ്ങനെ അവിടുത്തെ ഒരു ബിഷപ്സ് ഹൗസിൽ ഗേറ്റ് കീപ്പറിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. ആ സമയത്ത് അവിടെ നിന്ന് അവർ പുറത്തു പോയി, ബിഷപ്പ് പുറത്തു പോയി. അപ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ താക്കോലൊക്കെ ഈ ജെറാഡ് വിശുദ്ധൻ്റെ കയ്യിലാണ്. ജെറാഡ് വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ പോയപ്പോഴത്തേക്കും ഈ താക്കോല് കിണറ്റിലോട്ട് വീണുപോയി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഷപ്പ് വരുമ്പോൾ ഗേറ്റ് തുറന്ന് കൊടുക്കണം. അപ്പോൾ താക്കോലില്ല. താക്കോൽ എവിടെയാണ്? കിണറ്റിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും ബിഷപ്പ് വരാൻ ടൈമായി. അപ്പോൾ ആളാകെ ടെൻഷനായി, എന്ത് ചെയ്യും? കുറേ നേരം അവിടെ പോയി എത്തി നോക്കി, നല്ല ആഴവും വെള്ളമൊക്കെ ഉള്ള കിണറാണ്. കുറേ നേരം ജെറാഡ് ഇങ്ങോട്ട് നോക്കിയിരുന്നു. ജെറാഡ് അവസാനം എന്ത് ചെയ്തു? ഓടിപ്പോയി ചാപ്പലിലേക്ക് പോയി. നോക്കുമ്പോഴേക്കും മാധവൻ്റെ കയ്യിൽ ഈശോ ഇരിപ്പുണ്ട്. ഉണ്ണീശോട്ട് ഭയങ്കര ക്ലോസാണ്. നേരെ ഉണ്ണീശോനെ അങ്ങോട്ട് പൊക്കിയെടുത്ത് കിണറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ട്, അതേ പറയാനൊന്നും സമയമില്ല, എൻ്റെ താക്കോൽ ഇതിൻ്റെ വെള്ളത്തിൽ വീണ് ഒന്നെടുത്ത് തരണം. ആരോടാ പറയണത്? ഉണ്ണീശോനോട്. ഉണ്ണീശോൻ്റെ കാലിലൊരു കയറ് കെട്ടിയിട്ട് നേരെ കിണറ്റിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ കിണറ്റിൽ വെള്ളം എടുക്കാൻ പറ്റില്ലേ, ഉണ്ണീശോ ഇങ്ങനെ പോവുകയാണ്. അമ്മച്ചി ഉണ്ണീശോ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് വെള്ളത്തിലോട്ട് ഇറക്കി. കിട്ടിയാ ഇങ്ങനെ പൊക്കിയെടുത്ത് ഉണ്ണീശോ അതേ കയ്യിൽ താക്കോലും പിടിച്ചിട്ട് പൊങ്ങി തന്നെ. താങ്ക് യു എന്നിട്ട് പോയി തുറന്നു കൊടുത്ത്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ വിശുദ്ധരൊക്കെ ഉണ്ട് സഭയിൽ. പറക്കണൊരു വിശുദ്ധരുണ്ട്, കുപ്പർട്ടീനോ, കേട്ടിട്ടുണ്ടോ? ജോസഫ് കുപ്പർട്ടീനോ. ഫ്ലൈയിങ് സെയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആൾ പറക്കും. പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, കുർബാനയൊക്കെ ചൊല്ലായിരുന്നു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ പറയുമ്പോഴത്തേക്കും ആളിങ്ങനെ പൊങ്ങിപ്പോട്ടും. പരിശുദ്ധമാക്കെ നിറഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ പറന്നു. മിസ്റ്റർ ഫ്രാൻസിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങൾ പറക്കാറുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങും അല്ലേ? അങ്ങനെ പാടില്ല, പ്രാർത്ഥിക്കും. ഓക്കെ മക്കളെ, പ്രാവശ്യം ക്രിസ്ത്യൻ്റെ ധ്യാനം നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞുമക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ ഈശോനെ കാണണോ? നിങ്ങൾക്ക് കാണണോ? ആ പിള്ളേർ പറഞ്ഞു കാണണം. ചെറിയ പിള്ളേരാണ്, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്. നിങ്ങളും 5ഒക്കെ ഉണ്ടല്ലേ? അവരിങ്ങനെ പറഞ്ഞു കാണണം. ഞാൻ ഓക്കെ, നിങ്ങൾ കണ്ണടക്ക്, ശരിക്കും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് ഈശോനെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുത്തി വെച്ചിട്ട് കാര്യമില്ല, സ്വിച്ച് ഓൺ ചെയ്താലേ മൊബൈലിൽ ചാർജ് കയറുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞവർ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ റെഡിയാണോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയും ഈശോ എനിക്ക് കാണണമെന്ന് പറയുന്നത്. ഈ പിള്ളേരൊക്കെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കണം. ഇവർ വിളിക്കാൻ ഈശോ 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 എന്നവർ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ ഓരോ പിള്ളേരുടെ മുഖത്തോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. ചിലവരുടെ ഫേസിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, കണ്ണടച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യൻ, അവനിങ്ങനെ കരയാണ്. ചിരിച്ചേണ്ട ഫേസാണ്, പക്ഷെ അവൻ കരയാണ്. അവന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, തണുക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ചില പിള്ളേർ കയ്യൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് അവർ നിർത്തണില്ലേ, ഇവരിങ്ങനെ ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേർ പറഞ്ഞു, ഓക്കെ മക്കളെ കണ്ണുറക്ക്. അപ്പോൾ അവർ കണ്ണു തുറന്നു. കണ്ണു വെച്ചു, നിങ്ങളെല്ലാം കണ്ടോ? അപ്പോൾ തന്നെ ഒരു കുഞ്ഞു കൊച്ചു പറഞ്ഞ്, ഞാൻ ഈശോനെ കണ്ട്, ഞാനൊരു മാലാഖനെ കണ്ട്. ഈശോ ഭയങ്കര പ്രകാശിച്ച് നീണ്ട മുടിയൊക്കെ ഇട്ട് എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കവളിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച്. ഇതൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കണം ഭയങ്കര സന്തോഷത്തോടെ. ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കണം, അപ്പോഴും കണ്ടോന്നറിയില്ല, അവനിങ്ങനെ ഇരിക്കണേ. അവനാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കണം, ചിരിക്കണ ഫേസും കരണ, കണ്ണീന്ന് കണ്ണീരും വന്നിട്ട്. കുറച്ച് ഞാൻ പതുക്കെ തട്ടി പിടിച്ച്, മോനെ. അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവൻ കണ്ണു തുറന്നു. അപ്പോൾ അവൻ പറഞ്ഞേ, അച്ഛാ ഞാനേ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചിരിക്കണേ, പക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ നമ്മുടെ ഭയങ്കര ചിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറുണ്ടോ? യെസ് മക്കളെ, ഇതെല്ലാം നമുക്കുള്ളതാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്തും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമോ? ഈശോനെ കാണാൻ പറ്റും. ആരാധനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പാട്ട് പാടുമ്പോഴൊക്കെ ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കാൻ തുള്ളിച്ചാടിക്കണം, എല്ലാം പറഞ്ഞേക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും നമ്മൾ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചത്. എന്തിനാ? നിങ്ങളുടെ സ്നേഹത്തെ പ്രതിയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ചേ, എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. വെരി ഗുഡ്, കണ്ണടച്ചേ. നിങ്ങളുടെ കൈകളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ. ഒത്തിരി സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈ പരിശുദ്ധ കുർബാനയിലൂടെ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ വിളിച്ചതിന് ഈ ലോകത്ത് എത്ര വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ് ഈശോയെ ഞങ്ങൾക്ക് നീ നൽകിയത്. നിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ നീ ഉപയോഗിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.